ഹലോ, പ്രിയപ്പെട്ട എൻ്റെ ഇലക്ട്രിക്കൽ ഓട്ടോ കൂട്ടായ്മയിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബൈജു പള്ളിയറമ്പ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മേഡിയവണ്ണിൻ്റെ അടുത്തെ ചാർജിങ് സ്റ്റേഷനിലാണ്. ഇന്നലെ നമ്മൾ കുറേ നേരം വോയിസ് മെസ്സേജൊക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ സംസാരമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാനിപ്പോൾ ഇവിടെ കുത്താൻ വേണ്ടി വന്നപ്പോൾ, ഇന്നലെ കുറച്ചാണല്ലോ ചാർജ് ചെയ്തത്, കുത്താൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ കൂട്ടുകാരൻ്റെ ഇതാ ഇപ്പോൾ ലൈവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതുണ്ടോ, പിന്നെ ഉണ്ടോ കരിഞ്ഞ് കിടക്കുന്നു. അതേമാതിരി ഞാൻ കുത്താൻ നോക്കുമ്പോൾ അടുത്തത് കണ്ടില്ലേ. ഇതിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ബാക്കിയൊക്കെ അത് അവർ ഇൻഡു മാർക്കറ്റ് വെച്ച് പോയതാണത്. കണ്ടോ, എത്രയാ ഓട്ടോറിക്ഷ ഇവിടെ കിടക്കുന്ന അറിയോ. ഇനിയിപ്പോൾ ഒരുപാട് ഓട്ടോകൾ ഇപ്പോൾ വരും. ഇത് ഇന്ന് തന്നെ എന്തായാലും തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് മൊത്തം എടുത്ത് കളയല്ലേ നമ്മൾ പറഞ്ഞേ. അല്ലാണ്ട് ഇത്രയും നമ്മളെ ദുരിതത്തിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ട് ആർക്കും ഒരു ഉപകാരമില്ല. ഓരോ പോസ്റ്റിന് മുകളിലും പോയിട്ട് നമ്മൾ കാവൽ കിടക്കുക ഈ പൊരി വെയിലത്ത്, അല്ല ഈ നല്ല മഴയുള്ള സമയത്തൊക്കെ. ഇതുണ്ടോ, ഇത് അന്ന് ഞാൻ അവരോട് പറഞ്ഞു, അവർ ആ ടെക്നീഷ്യൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്ലഗ് മാറ്റങ്ങൾ. അപ്പോൾ അവർ എന്താ പറഞ്ഞാൽ അവർക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് റിക്വസ്റ്റ് ചെയ്യല വേണ്ടത്. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ഈ KSEBിൻ്റെ ഇതുള്ളത്. കണ്ടോ, ഈ KSEBിൻ്റെ ഇത് പറഞ്ഞാൽ തൊട്ട് മുകളിലാണ്. അവർക്ക് അവിടെ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവിടെ ടെക്നീഷ്യൻ ഉണ്ട്, അവർ അപ്പം തന്നെ അത് ചെയ്തു തരും. ഒരു പ്ലഗിൻ്റെ പ്രശ്നമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും 6 പ്ലഗിൻ്റെ പ്രശ്നമുള്ളൂ. ഈ 6 പ്ലഗ് പോലും ഇവർക്ക് ഈ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ അവർ നടക്കുന്നത്. ഇവരിവിടെ വന്ന് ചെക്ക് ചെയ്ത് പോയി നടന്നു. ഇതിൻ്റെ ബാക്കിലൊക്കെ ഒരു ബോക്സും കാര്യമുണ്ട്. കണ്ടോ, ഈ ബോക്സ് അയച്ചു നോക്കി, അതേപോലെ ഈ ബോക്സ് അയച്ചു നോക്കി. എന്നിട്ട് അവർ പറഞ്ഞു അവർ ഇഷ്യൂ അല്ല എന്ന് പറഞ്ഞു. ഇത് എർത്തിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചറിയാം, എർത്തിൻ്റെ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്. കാര്യം എന്താ പറഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടുന്ന് എർത്ത് അടിച്ച കണ്ടോ, ഈ എർത്ത് ഇതിനായിട്ട് കണക്ട് ചെയ്ത് കണ്ടോ, കണക്ട് ചെയ്ത് കൊണ്ടുപോകുക. അത് എല്ലാത്തിലും കണക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്ത് അതിനടുത്ത് അവിടെ ആ അപ്പുറത്തെ ഒരു പാനലിൻ്റെ മുകളിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ആ മുകളിലെ ഈ പാനലിൽ അതിൻ്റെ മുകളിലേക്ക് കണ്ടോ, ആ മുകളിലേക്ക് പോകുന്നത്. അതിലെന്തോ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആരാണ് അവിടെ ചാരി നിൽക്കുന്നത്, അവന് ഷോക്ക് അടിക്കുന്ന രീതിയിൽ ഇതൊക്കെ അടിച്ചത്. കണ്ടോ, ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് പോകുന്നത് ഇവിടുത്തെ വലിയ ആ പാനലാണ്, മഴവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പാനലാണ്. ഇത് നേരെ കൊണ്ടുപോയിട്ട് ഇത് കണ്ടോ ഇവിടെ അവസാനിച്ച്. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പാനലിൽ, അതായത് ഇൻകമർ വരുന്ന കേബിളിൻ്റെ ആർമേഡ് ആയിട്ടുള്ള ആ എർത്താണ് ഇവർ പുറത്തേക്ക് ഇട്ടിട്ടുള്ളത്. ഇത് മുന്നേ ചെയ്ത് വെച്ചത് ഇതാ. അപ്പോൾ ആ എർത്ത് ബാറിൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്ന് ശരിക്ക് കണക്ട് ചെയ്യണം. ഈ എർത്ത് നേരെ കൊണ്ടുവന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഉണ്ടോ, ഇത് നേരെ കൊണ്ടുപോയിട്ട് അതിലേക്ക് കണക്ട് ചെയ്യണം. ഇതിൽ കണക്ട് ചെയ്താൽ മാത്രമേ ആ പ്രോപ്പറായിട്ടുള്ള എർത്തിങ് ആവുള്ളൂ. അല്ലാണ്ട് ഈ കിടന്ന ഇതിൻ്റെ ഈ പാനലിൻ്റെ മുകളിലേക്ക് ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് എന്ത് കാര്യമാണ്? ഒരു കാര്യമില്ല. അതൊക്കെ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടിട്ടുള്ളതാണ്. ഇത്ര വണ്ടികളാണ്, ഒരു പോയിൻ്റാണ് ഇതിനകത്തുള്ളത്, ഒറ്റ പോയിൻ്റ്. എല്ലാ വണ്ടികളും ഉണ്ട്. ഈ പുള്ളി വരുന്നത് എവിടുന്നാണ്? കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. ഏട്ടാ, നിങ്ങൾ എവിടുന്നായിരുന്നു സ്ഥലം പറഞ്ഞേ? ഏട്ടാ, നിങ്ങൾ എവിടെയായിരുന്നു? നിലമ്പൂരിൽ നിന്ന് വന്നിട്ടുള്ള മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് ഇതിനകത്ത് കിടക്കുന്നത്. ആ പുള്ളിയാണ് ഈ ഒരു പോയിന്റിൽ കുത്തിയിട്ടുള്ളത്. ആ വർക്ക് ചെയ്യുന്ന ഒറ്റ പോയിന്റിൽ കുത്തിയിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചേട്ടനാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് ഒരു കാര്യം ചെയ്യാം, നമ്മൾക്ക് മേഡിയവണ്ണിന് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, അതിലേക്ക് അവർക്ക് പറഞ്ഞിട്ട് ഇതിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കുക, ഒരു റിപ്പോർട്ട് കൊടുക്കുക. തൊട്ട് അപ്പുറത്ത് തന്നെയാണല്ലോ മേഡിയവണ്ണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടില്ലേ,
ഇത്രയും പ്ലഗ് നാശമായി കിടന്നിട്ട് നമ്മൾ ഈ ചാർജ് മോഡിലെ വിളിച്ചിട്ട് നമ്മളെ ഈ CB നമ്പർ പറഞ്ഞു കൊടുക്കുക, ഈ CB നമ്പർ ഇത്രയാണ്, ഇതൊന്ന് ഓണാക്കണം. അപ്പോൾ അവർക്ക് ഞങ്ങൾ അധിക ദിവസം റിക്വസ്റ്റ് കൊടുക്കുകയാണ്, നിങ്ങൾ ഇവിടുത്തെ പ്ലഗിൻ്റെ ഒരു ദുരവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ പ്ലഗിൻ്റെ ഒന്ന് മാറ്റാനുള്ള റീപ്ലേസ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അധിക ദിവസം, ഞാനും അല്ല പല ആൾക്കാരും ഇത് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ റിക്വസ്റ്റ് എടുത്തിട്ടുണ്ട്. എത്രയായി ഇത് പറഞ്ഞിട്ട്? ഇപ്പോൾ 6 മാസത്തിൽ മേളിലായി. ഇവരിതുവരെ പ്ലഗ് മാറ്റിയില്ല. ആകെ 1 or 2 പ്ലഗ് ഇതിന് മുന്നൊരു ഇഷ്യൂ വന്നപ്പോൾ മാറ്റിയല്ലാണ്ട് പ്ലഗ് മാറ്റിയിട്ടില്ല. സലീമിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടേ മാറ്റാം. അത് മാറ്റാനുള്ള അവരെ ഉത്തരവാദിത്തമാണ്, നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും ഒരു 6 പ്ലഗ് പോലും ഇവർക്ക് മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. എന്നിട്ട് ഞങ്ങൾക്ക് പൈസ കൊടുക്കുന്നത്, ഞാനിപ്പോൾ യൂണിറ്റിന് പൈസ കൂട്ടിയിട്ട് ആ പൈസ വരെ ഞങ്ങൾ കൂടുതൽ കയ്യിൽ നിന്ന് ഇട്ട് ഞങ്ങൾ ചാർജ് ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവരേറ്റ് ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല. ഇത്രയും നമ്മളെ പൈസയും ഊറ്റി നമ്മളെ ഇത്ര ദുരിതത്തിലാക്കി വെച്ചിട്ട് നമ്മൾ ഈ സ്ഥാപനം കണ്ടോണ്ട്, ഈ ഒരു സ്ഥാപനം കണ്ടോണ്ടാണ് ഞാനും മറ്റുള്ളവരൊക്കെ വണ്ടി എടുത്തിട്ടുള്ളത്. അല്ലാണ്ട് നമുക്കിവിടെ കൊട്ടാരുണ്ടാക്കാനൊന്നല്ല. നമുക്ക് എന്താ പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ഓട്ടോ എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു നല്ലൊരു ഒരു യൂണിറ്റ് ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് ഈ ഏരിയയിൽ മൊത്തമായിട്ട് എപ്പോഴും ഓടിച്ചെന്നാൽ കിട്ടുന്നൊരു യൂണിറ്റ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത്. ഈ മെഡിക്കൽ കോളേജിൽ വരുന്നത് ആ ചേട്ടൻ കണ്ടോ, നിലമ്പൂരിൽ നിന്ന് വരിക മെഡിക്കൽ കോളേജിൽ. അപ്പം ഞങ്ങളവിടെ ഇതാക്കി കൊടുത്താണത്, ഒഴിവാക്കി കൊടുത്തത്. ഞങ്ങളങ്ങനെ വേറെ ആരെയും വരികയെന്നുണ്ടെങ്കിൽ, എമർജൻസി വരികയാണെങ്കിൽ ഞങ്ങൾ ഊരി കൊടുക്കും. ഒരു പോയിന്റേ ഉള്ളൂ അതിനകത്ത്, മറ്റൊക്കെ ഉരുകി നിൽക്കുക. സത്യം പറഞ്ഞാൽ ഞങ്ങളെ ജീവിതം തന്നെ ഉരുകിക്കൊണ്ടിരിക്കുക.